ഭയങ്കര സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സോഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ ചാടിക്കയറി ഇടപെടുന്ന കുത്തിത്തിരിപ്പില്ലാത്ത ഭയങ്കര ഗോ ഫോർവേഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ബ്രോയാണ് ഇരിക്കുന്നത്. ഈ ബ്രോയെക്കുറിച്ച് ഞാനല്ല ഇത് പറഞ്ഞിട്ടുള്ളത്, വേറെ പല ആൾക്കാർ പല സാഹചര്യങ്ങളിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു കാര്യം ഞാൻ ഇവിടെ എടുത്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും മാർക്കോടെ റിവ്യൂ അണ്ണൻ്റെ വായിൽ നിന്ന് കേൾക്കാം. എന്നിട്ട് ഞാൻ ഇന്നലെ പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്കുള്ളൊരു എക്സ്പീരിയൻസുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് കാണാൻ പോവാണ്. കാണുമ്പോഴത്തേക്കും എനിക്ക് എന്താണോ പറയാനുള്ളത് എന്നുള്ളതും കൂടെ ഞാൻ പറയാം. പിന്നെ പുള്ളിയുടെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ മറ്റുള്ള ഒരാളുടെ വീഡിയോ എടുത്തിട്ട് പേഴ്സണൽ അഭിപ്രായം പറയുന്നതിന് തെറ്റില്ല എന്നുള്ളത് ഇവരൊക്കെ തന്നെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മളും ഇവരുടെയൊക്കെ പാത ഫോളോ ചെയ്തിട്ട് നമ്മുടെ എത്തിക്സ് വിടാണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും റിവ്യൂ കണ്ടു നോക്കാം കേട്ടോ. നായകനാണെങ്കിലും വില്ലന്മാർക്കാണെങ്കിലും ബ്ലഡ് കണ്ടില്ലെങ്കിൽ മുന്നോട്ട് ഒരു അടി വെക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളായിട്ടൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും ഇപ്പൊ എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെയർ ആർ സം ഫാമിലീസ്, സം പീപ്പിൾ, അവർക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള എന്നൊരു ഫീലിംഗ് അടിക്കുന്നവർക്ക് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഡൈജസ്റ്റ്. അല്ലെ തന്നെ ഇത് അഡൾട്ട്സ് ഓൺലി ആയിട്ടുള്ളൊരു മൂവിയാണ്. അതുകൊണ്ട് അഡൾട്ടുകൾ മാത്രം പോവുക എന്നുള്ളതാണ് അവരും പറഞ്ഞിട്ടുള്ള കാര്യം. റോങ് ടേൺ ഒക്കെ ചിലപ്പോൾ കണ്ടിട്ട് പേടിച്ചിട്ടുള്ളവരൊക്കെ ആയിരിക്കും, അല്ലെ പേടിയില്ലാത്ത ചുമ്മാ ചില്ലായിട്ട് കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ചില സാധനം കാണുമ്പോൾ അയ്യോ എന്നൊരു ഫീൽ വരും. ഞാനൊക്കെ ചില സാധനം പുള്ളി ഇങ്ങനെ മാർക്കോ പുള്ളിയുടെ ഈ ജോയുടെ ജോയിൻ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയ സമയത്ത്, അതായത് ഇച്ചിരി ഒന്ന് മാറി ഇരുന്നിട്ട് പുള്ളിയൊക്കെ സെറ്റാക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ പൊന്നോ, എനിക്കൊരു ഫീൽ തോന്നിപ്പോയി, ഒരു ഭയങ്കരമായിട്ടൊരു ഫീൽ തോന്നിപ്പോയി. അതുപോലെ ഒരു ഗർഭിണിയെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ പൊന്നോ, നമ്മൾ അറിയാണ്ടെന്ന് വയറ്റത്ത് കൈ വെച്ചു. അതേ ലെവലിൽ കാണിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് നമുക്ക് ആ ഫീൽ കിട്ടുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആരാണെങ്കിലും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എവർ ടേക്ക് ദിസ് മൂവി, ഓക്കെ? ബിക്കോസ് നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു തരം ഒരു അടി തരും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിലാണ് എനിക്ക് ആക്ച്വലി കുറെ കൂടെ ഒരു കണക്ഷൻ, ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ വർക്കാവുന്ന ഫസ്റ്റ് ഹാഫിലാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഹ്യൂമൻ ഇമോഷനേക്കാളും പ്രോപ്പർ വയലൻസ് എന്നൊരു കൺസെപ്റ്റിൽ തന്നെയാണ് മൂവി ഡെപ്പിക്റ്റ് ആക്കിയേക്കുന്നത്. അതിനകത്ത് സെക്കൻഡ് ഹാഫിൽ ഈ വില്ലൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് വരുന്ന ഒരു വയലൻസ് ഉണ്ട്, അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല കേട്ടോ. അത് ചില സാധനമൊക്കെ നമുക്ക് തന്നെ സിനിമയിൽ കയറി ചെന്നിട്ട് ഇവനെയൊക്കെ തീർക്കാൻ തോന്നിപ്പോവും. ആ ലെവലിലുള്ളൊരു ചില സാധനങ്ങളാണ് കാണിക്കുന്നത്. എൻ്റെ വൈഫിനെ തന്നെ സൈഡിൽ നിന്നിട്ട് അവൾ കണ്ണും പൊത്തി എന്നെ ഒക്കെ പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു ചില സീനൊക്കെ വരുമ്പോഴത്തേക്കും. കാരണം നമുക്ക് ആർക്കും പറ്റൂല, പുള്ളിക്കാരൻ നേഴ്സാണ്, ഒരുപാട് ഓപ്പറേഷൻസും അതുപോലുള്ള മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ നമുക്ക് പറ്റൂല, ചില സാധനം ഒട്ടും ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ പടത്തിനെ ഒരിക്കലും അത് നെഗറ്റീവ് ആക്കുന്നില്ല. പടം വേറെ സീനാണ്. പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ കാണിച്ചു കൂടുന്നു നമുക്ക് മനസ്സിലാവില്ല. മലയാളം പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ, ചില സാധനമൊക്കെ വരുമ്പോഴത്തേക്ക് പാവയൊക്കെ എടുത്ത് എറിയുന്നതും പാവക്കൈ കിടന്ന് ഒഴുകുന്നതും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഇത് വേറെ ലെവലാണ് കേട്ടോ. ഇത് മുഖത്ത് ചില കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ എൻ്റെ പൊന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കൊച്ചിൻ്റെയൊക്കെ ഫേസൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ആ ഒരു ട്രോമ അടിക്കും. കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടായെങ്കിലേ ആ വില്ലന്മാരോട് നമുക്ക് അത്രയും കലിപ്പും വരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത്. നോർമൽ കഥയുടെ നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവം കഥ എന്ന് പറഞ്ഞാൽ വെരി നോർമൽ ഫാമിലി. ഒരു നമ്മളെല്ലാ ഗാങ്സ്റ്റർ പടങ്ങളിലും അല്ലെങ്കിൽ ഈ സ്മഗ്ലേഴ്സ് ഫാമിലിയിൽ കാണുന്ന ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആളുകളുടെ സ്ഥാനത്തിൽ കാണുന്ന ആ വെരി നോർമൽ റിവെഞ്ച്, പിന്നെ അതിൽ നിന്ന് വരുന്ന അഗ്രഷൻ, വയലൻസ്, പിന്നെ പാസം, സെന്റിമെന്റ്സ്, പാസം, അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഞാൻ വെരി പ്രഡിക്റ്റബിൾ എന്നാണ് ഇവർ പറയണേ. എനിക്ക് ആക്ച്വലി അങ്ങനെ ഭയങ്കര സാധാരണ എന്നൊരു സാധനമൊന്നും തോന്നിയില്ല കേട്ടോ. ഇത് ചെയ്തു വെച്ചേക്കുന്നത് പ്രോപ്പർ പ്രൊഫഷണൽ രീതിക്ക് തന്നെയാണ്. പാസം, സ്നേഹം, മനുഷ്യൻ ഈ സ്നേഹം വേണ്ടേ, എന്താന്ന് ഈ പറയണേ? ഇമോഷണൽ കണക്ഷൻ കിട്ടാണ്ട് ഒരു പടത്തിനെ ഒരു സാധാരണക്കാരന് ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിവ്യൂവറിൻ്റെ കാര്യമൊന്നും അല്ലോട്ടോ പറയുന്നത്. ഒരു സാധാരണ ഓഡിയൻസിന് നമുക്ക് എങ്ങനെ ഒരു പടത്തിനെ ഇഷ്ടപ്പെടാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കണക്ഷൻ വരണം. ആ ഒരു കണക്ഷൻ ഇതിനകത്ത് നല്ല പ്രോപ്പറായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സാധനമൊക്കെ ഉണ്ട്, അൻവറേ നിനക്ക് വേദനിക്കുന്നുണ്ടോടാന്ന്. എൻ്റെ പൊന്നോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് നമുക്കത് കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ക്യാരക്ടറിനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ട്. അതായത് അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു വേദന വന്നപ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ നിന്ന് പോവുക. അതായത് പുള്ളി ഭയങ്കര ലോജിക്കലായിട്ടൊന്നും അല്ല അപ്പോൾ ചിന്തിക്കുന്നത്. വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ന്യായത്തിൻ്റെ പക്ഷത്ത് വരുമ്പോഴത്തേക്കും ഒരു ധൈര്യം കിട്ടുമല്ലോ. ആ ഒരു ധൈര്യവും അപ്പം തോന്നുന്ന ആ ഒരു വയലൻസും ഒക്കെ നല്ല പക്കയായിട്ട്
പടത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ഡയറക്ടറിനായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫണ്ടിറക്കിയ പ്രൊഡ്യൂസറിനായിക്കോട്ടെ, ആക്ടറിനായിക്കോട്ടെ ബിഗ് സല്യൂട്ട് തന്നെയാണ് കൊടുക്കാനുള്ളത്. ജസ്റ്റ് ഒരു വയലന്റ് മൂവി എന്നുള്ളതല്ല, ഒരു വില്ലൻ മൂവി എന്ന് തന്നെയാണ് പടത്തിനെ പറയേണ്ടത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആൻഡ് ഈ ഫാമിലി പാസും പിന്നെ ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലാവും. ആരാരെ പോട്ടു, ഇനി ആരാരെ പോടും എന്നുള്ളതൊക്കെ നമുക്ക് എന്തിന് എല്ലാം കംപ്ലീറ്റ് സാധനം. അതൊന്നും നമ്മൾ മറ്റേ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, ഇരുന്ന് കണ്ടാ മതി. കാണണം. മൈൻഡ് ഗെയിം അല്ല, ചുമ്മാ നമുക്ക് കാര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാണുന്നത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും. അതായത് നമ്മളെ എക്സ്പെക്ടേഷൻ എന്താ, ഏത് വയലൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്താൻ പോണേ എന്നുള്ളത്, ആരാരെ തീർക്കും, ആർക്ക് സേഫ്റ്റി ഉറപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലോ നടന്നേക്കുന്നത്. പിന്നെ അവസാനം വരുമ്പോഴത്തേക്കും നായകൻ ജയിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെയാണോ തോന്നിയേക്കുന്നത്? ആ ഒരു പടം കണ്ടു നോക്കിയിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം ഈ പടം നമ്മുടെ ആരുടെ എക്സ്പെക്ടേഷന് ചേർന്നല്ല വന്നേക്കുന്നത് എന്നുള്ളത്. അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവരൊക്കെ മറ്റേ കഥാകൃത്തിൻ്റെയൊക്കെ അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കണം. മറ്റേ ഉദയനാണ് താരത്തിലെ പോലെ തിരക്കഥയും സംഭാഷണമൊക്കെ അടിച്ചുകൊണ്ട് വരുന്ന ആള്. അങ്ങനെയൊന്നും അല്ലാത്ത വർഷം മനസ്സിലാവത്തില്ല കേട്ടോ. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലല്ല പടം പോകുന്നത്. ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ വന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ലെവലിലാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഹീറോ അല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങ് എക്സ്ട്രീം വില്ലൻ എന്ന രീതിയിലോട്ടാണ് മാർക്കോ പോകുന്നത്. വയലൻസ് പടമാണ്, അതുകൊണ്ട് ഇത് വയലൻസ് കാണിക്കണം എന്ന് വെച്ചിട്ട് കുറെ വയലൻസ് അതിൽ കുത്തിക്കയറ്റിയ പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സ്ഥലത്തും വയലൻസ് മുഴച്ചിക്കണമല്ലോ. കറക്റ്റ് പറഞ്ഞാൽ വയലൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മാർക്കോ വേറെ ലെവലിലാണ് പോകണം. അതായത് ഈ പഴക്കം കൂടുന്തോറും വീര്യം കൂടുന്നൊക്കെ പറയത്തില്ല, അതുപോലെ കലിപ്പ് കൂടിക്കൂടി അടിയടി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരു ലെവലിൽ പോയിട്ട് താഴെ പോകില്ല, അങ്ങ് കയറി പോകാനായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അത് ഓഫ് കോഴ്സ് എനിക്കത് അത്ര അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നിയില്ല. പുതിയ തലമുറയ്ക്ക് മേ ബി അത് ശരിക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവാം, അതും കൂടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഒരു പഴയ ആളാണ്, ഇവർ പഴയ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് പുതിയ പിള്ളേർക്ക് അത് 18 വയസ്സിന് മേലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ള അത്രയ്ക്ക് ഓവറാണെന്നോ പറയുമ്പോൾ നമ്മളിത് ഇതും കൂടെ സമ്മതിച്ചു കൊടുക്കണം. അവർക്കത് ഓക്കെ ആയിരിക്കാം. നന്നായി വന്ന് ചില സാധനങ്ങൾ പറയണേക്കുമ്പോ വന്നതിന്റെ ഒരു പവർ ഒന്നും കിട്ടാത്ത പോലെ തോന്നി പല സ്ഥലത്ത്. ബൈ ദ വേ ദിസ് ഈസ് ഉണ്ണിമൂന്തനെ ഞങ്ങൾ പേഴ്സണലി അല്ല പറയുന്നത്, ഇനിയിപ്പോ അതിന്റെ പേരിൽ രാത്രി വേണ്ട, ഇത് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉള്ള സംഗതിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഉണ്ണിമൂന്തനോട് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് തോന്നിയതാവാം. അങ്ങനെ ഒരു ഡയലോഗും എവിടെയും ഒരു സാധനം എക്സ്ട്രാ വന്നതായിട്ടോ മാസിൽ വന്നിട്ട് ഷോക്കായി പോയതായിട്ടോ തോന്നിയിട്ടില്ല. ഈ ഒരു റിവ്യൂ നിന്നാണ് അങ്ങനെ ഒരു അറിവ് കിട്ടുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണില്ല. ആർക്കെങ്കിലും തോന്നിയെന്നുണ്ടെങ്കിൽ പറയാം, പക്ഷെ എനിക്ക് ഐ ജസ്റ്റ് ഡിഡ്ന്റ് ഫീൽ എനിത്തിങ് ലൈക്ക് ദാറ്റ് ഗൈസ്. അതായത് നിങ്ങള് ഇതില് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഉള്ള കാര്യം പറയാലോ, എനിക്ക് ഈ പടത്തില് കംപ്ലീറ്റ് എനിക്ക് ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര ഹൈ ആയി കയറിയത് നമ്മളെ റവി ബസ്രൂർ. മാൻ, എവിടേക്കോ KGF ചൊരന്റെ കുറച്ച് സാധനങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ചില സീനുകളിലൊക്കെ നമുക്ക് എവിടെയോ സീൻ ആൻഡ് ആ ഒരു റോൾ നമുക്ക് ക്രിഞ്ച് ആവുമ്പോ അതിനൊരു ഹെവി ലിഫ്റ്റ് കൊടുക്കുന്നത് രവി ബസ്രൂറിന്റെ BGMs ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്കി ഇതിനകത്തുള്ള സൗണ്ട് എഫക്റ്റുകൾ, ഇതെല്ലാം പക്കയായിരുന്നു. അതായത് എവിടെയും കൊണ്ടുവന്നിട്ട് നമുക്ക് ചെവി അടിച്ചു പോണ പോലത്തെ ഒരു സാധനം വരുന്നില്ല, കണ്ണടിച്ച് പോണ പോലത്തെ എഡിറ്റിങ് വരുന്നില്ല. മറ്റേ രാത്രി വന്നിട്ട് പടോന്ന് പറഞ്ഞ് രാവിലെ ആവുമല്ലോ, അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടോ. എല്ലാം നമുക്ക് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള, എല്ലാവർക്കും കണ്ടും കേട്ടും ഇരിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള സൗണ്ടും വിഷ്വലും എല്ലാം വന്നേക്കുന്നത്. പിന്നെ ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് ക്രിഞ്ചെന്നും കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടില്ലാത്തതുകൊണ്ടാവാം എനിക്ക് അങ്ങനൊന്നും പോയിന്റ് ഔട്ട് ചെയ്യാനില്ല. പിന്നെ വയലൻസിൻ്റെ കാര്യത്തിൽ അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. പേഴ്സണലി ഞാൻ അത്രയും കാണാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത്രയും എനിക്ക് വേണ്ടായിരുന്നു, പടത്തിൽ വേണ്ടായിരുന്നു എന്ന് പറയാൻ ഞാൻ പടത്തിൻ്റെ ആരുമല്ല. ഒരു കാണിയെന്ന നിലയിൽ എനിക്ക് അത്രയും കാണണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. അല്ലാതെ പടത്തിനെ അങ്ങനെ താഴ്ത്തി പറയാനോ കുറ്റം പറയാനായിട്ട് ഒന്നും ഇല്ല, എനിക്കൊന്നും കുറ്റം പറയാനായിട്ടുള്ളതില്ല.